Hello guys, welcome back to my channel. ഇന്നത്തെ നമ്മുടെ കുഞ്ഞി കിടക്കാച്ചി വീഡിയോ എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ പുറകേക്കാണ് ഒരു അടിപൊളി ഏകദേശം എത്ര രൂപയ്ക്ക് നമ്മൾ ഈ വണ്ടിയിൽ വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ലൈറ്റ് വർക്ക് ഏകദേശം ഒരു 6000 രൂപയ്ക്ക് മേളിലായിട്ടുണ്ട്. ഏറെക്കുറെയാണ് പറഞ്ഞത്. ഏറെക്കുറെ. അപ്പൊ വണ്ടിയുടെ ഫുൾ വർക്ക് നമ്മൾ ഏകദേശം എത്ര എമൗണ്ട് ഈ കണ്ടീഷനിലാണ്? ഈ കണ്ടീഷനിൽ 1 ലക്ഷം രൂപ അടുത്തായിട്ടുണ്ട്. അപ്പോൾ 1 ലക്ഷം രൂപയുടെ അടിപൊളിയായിട്ട് പണിത പ്രൈവറ്റ് വണ്ടിയുടെ ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ബ്രോ, എന്തുകൊണ്ടാണ് ഒരു പ്രൈവറ്റ് വണ്ടി എടുക്കാനുള്ള കാരണം എന്തായിരിക്കും? ആക്ച്വലി ഇത് ടാക്സി വാഹനമായിരുന്നു. അപ്പൊ എനിക്ക് കട തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ഞാനിത് ഓട്ടോമാറ്റിക്കലി പ്രൈവറ്റ് ആക്കിയതാന്ന് വെച്ചാൽ നമുക്ക് ഓട്ടം കുറവാ. പിന്നെ ഈ വണ്ടിയുടെ പുറകെ നമുക്ക് നടക്കാനും പേപ്പർ ഉണ്ടാക്കാനൊക്കെ നമുക്ക് പ്രശ്നം വരും. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പ്രൈവറ്റ് ആക്കി. പേഴ്സണൽ ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. പിന്നെ നമ്മൾ ആദ്യം മുതൽ നമ്മുടെ ഒരു അസറ്റ് ആയിട്ടുള്ള വണ്ടിയായത്. മോഡൽ വണ്ടിയാണ്. 2013 വണ്ടിയാണ്. 13 വണ്ടി അടിപൊളിയായിട്ട്. അപ്പൊ എത്ര നാൾ ഓട്ടോ ഓടിച്ചു? ഞാൻ ഒരു 2018 വരെ വണ്ടി ഓടിച്ച ടാക്സി ആയിരുന്നു. ടാക്സി ആയിട്ട് പിന്നെ പ്രൈവറ്റ് ആക്കി. ഓക്കെ. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു വെറൈറ്റി കളർ ചൂസ് ചെയ്യാനുള്ള കാരണം? അതായത് നമ്മള് ഏതിലെ പോയാലും നമ്മളെ 10 പേര് ശ്രദ്ധിക്കും. അതാണ് നമ്മുടെ ഒരു സംഭവം. നമ്മളൊരു ലക്ഷറി വണ്ടിയെ പോകുന്ന ഒരു ഫീൽ കിട്ടണം നമുക്ക്. അതിനുവേണ്ടിയാണ് അതങ്ങനെ ചെയ്തത്. അത് കോംബോ എന്ന് പറയുമ്പോൾ ഗ്രീനും ബ്ലാക്കും ആണ് ഇതിന്റെ ഒരു കോംബോ ആയിട്ട് വന്നത്. പിന്നെ നമ്മൾ വണ്ടി എവിടെയാണ് ഇതുപോലെ അടിപൊളിയായിട്ട് നമ്മൾ പണിത് അടിപൊളിയായിട്ട് എടുത്തത്? അതായത് വണ്ടി ഒന്ന് പണിയാനൊരു പ്ലാൻ ചെയ്തായിരുന്നു. വണ്ടി ഒരു ഇച്ചിരി മോശമായിരുന്നു. അപ്പോൾ ഞാൻ വണ്ടി പണിയാൻ ആദ്യം പ്ലാൻ ചെയ്തപ്പോൾ തന്നെ നമ്മുടെ മുണ്ടക്കത്തെ ജിതിൻ ഓട്ടോമൊബൈൽസിലെ ജിതിൻ ചേട്ടനുമായിട്ട് കോൺടാക്ട് ചെയ്തു. അപ്പോൾ പുള്ളിക്കാരനുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോഴാണ് പുള്ളി പറഞ്ഞത് കട്ടപ്പന സ്റ്റൈൽ ഈ വണ്ടി പണിയാം. അപ്പം ഇങ്ങനെ കളർ കോമ്പിനേഷനൊക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഡിസ്കസ് ചെയ്താണ്. അപ്പോൾ പുള്ളിയാണ് പറഞ്ഞത് കളർ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ റെഡിയാക്കും. പോരാത്തിന് കട്ടപ്പന സ്റ്റൈലിൽ കൂടെ കൊടുക്കുകയാണെങ്കിൽ വണ്ടി ഇച്ചിരി ഒരു ലുക്കാവും. തകിട് വെച്ച് പുള്ളി തന്നെയാണ് അതിന്റെ ഡിസൈനും കാര്യങ്ങളും എല്ലാം ചെയ്തു തന്നത്. പിന്നെ നമ്മൾ വണ്ടിയിൽ എന്തൊക്കെ എക്സ്ട്രാ വർക്കും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് വരുന്ന ലൈറ്റുകളുണ്ട്. ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിക്കാം എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അകത്ത് റിംഗ് കൊടുത്തിട്ടുണ്ട്. സ്ട്രിപ്പ് ആണ്, അത് റിംഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു വൈറ്റ് കൊടുത്തിട്ടുണ്ടല്ലേ? ഗ്രീനും വൈറ്റും ഒരു കോംബോയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ ഗ്ലാസ്സിൽ എന്തോ ലൈറ്റ് ഇട്ടിട്ടുണ്ടെന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ, അത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ കൂളിംഗ് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. ഓക്കെ, അതാ ഒരു പ്രത്യേക. പിന്നെ അടുത്തുണ്ട് ലൈറ്റ്. പിന്നെ ഏതാ നമ്മുടെ അകത്ത്? ഓക്കെ, അപ്പൊ നമുക്ക് അകത്തേക്ക് വരാം. അകത്തേക്ക് വരുമ്പോ പുറത്തെ കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു തീർത്തിട്ട് നമുക്ക് അകത്ത് ലൈറ്റ് ഇട്ടോട്ടെ, കുഴപ്പമില്ല, കിടന്നോട്ടെ. അടിയിൽ ലൈറ്റ് വെച്ചിട്ടുണ്ട്. അടിയിൽ എവിടെ? ചേസിന്റെ അടിയിലോ ഫ്ലിക്കറിങ് രാത്രി അത് അടിപൊളിയായിട്ട് കാണാൻ പറ്റുമല്ലേ? ഓക്കെ, നമ്മൾ വീൽ കപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ മുണ്ടക്കയത്ത് തന്നെ മേടിക്കാൻ കിട്ടും, വീനസി മേടിക്കാൻ കിട്ടും. ഓക്കെ. ഫ്രണ്ടിൽ ക്രോസ് കട്ട് ഇങ്ങനത്തെ കട്ട് ഇട്ടുകൊണ്ട് വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും എന്തെങ്കിലും വരുമോ? അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ഇച്ചിരി കൂടെ വണ്ടിക്ക് ഇച്ചിരി ലുക്ക് കിട്ടും ക്രോസ് കട്ട പോലത്തെ ഇടുമ്പോ. പുത്തൻ ടയറാണ് ഇട്ടേക്കുന്നത്. ഫ്രണ്ടിൽ കട്ട ടയർ ഇടുന്നോട് എന്താ അഭിപ്രായം? ഫ്രണ്ടിൽ കട്ട ടയർ ഇടുന്നതിനോട് വലിയ താല്പര്യമില്ല. ഓടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതിലും നല്ല പുത്തൻ ടയർ ഇടുന്നതാണ്. ഓക്കെ. അപ്പൊ നമുക്ക് ഇനി സൈഡിലേക്ക് വരുമ്പോ ഒരു ഏഷ്യറിന്റെ ഫ്ലാപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടല്ലേ ബാക്കിൽ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്? ഇങ്ങോട്ട് വരുമ്പോഴത്തേന് മെയിൻ ആയിട്ട് നമ്മുടെ കട്ടപ്പന സ്റ്റൈലിൽ സ്റ്റീലിന്റെ പൈപ്പ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തിട്ടുണ്ട്. രണ്ടുണ്ട്. പിന്നെ ഒരു ഹാൻഡ് റെസ്റ്റ് ആ ഒരു സ്റ്റൈല് നല്ല വൃത്തിക്കൊണ്ടാണ് അത് ചെയ്തേക്കുന്നത്. പിന്നെ ബാക്കിലേക്ക് വരുമ്പോഴത്തേന് നമ്മുടെ മെയിൻ ആയിട്ട് നമ്മുടെ ബാബുസ്വാമി. ഇത് സംഭവം എന്നാന്ന് വെച്ചാൽ ഒരു ട്രെൻഡിങ് ഐറ്റമാണ്. അപ്പൊ ഇത് വെച്ച് ഞാനൊരു റീല് ചെയ്തായിരുന്നു നമ്മളെ ഈ വണ്ടിയുടെ. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേനും കൊടുത്തേക്കുന്നത് അതിനുവേണ്ടി ഞാനന്ന് കൊടുത്താ. പിന്നെ നമ്മൾ ഹൈറ്റ് എന്തോ ഇട്ടേക്കുന്നേ? ഹൈറ്റ് അപ്പുറത്തെ സൈഡിൽ വന്നേക്കുന്നത് 9. ഇവിടെ 9. ഓ, നല്ല ഹൈറ്റ് ഇട്ടിട്ടുണ്ടല്ലേ? ഓക്കെ. സ്പ്രിങ് നമ്മൾ ഏത് വണ്ടിയുടെ സ്പ്രിംഗ് എന്നറിയാം? നമ്മളെ ബൊലോറോടെ കൊടുത്തേക്കുന്നത്. ഓക്കെ. അപ്പൊ ഇങ്ങനെ എണീറ്റ് നിന്നോളൂ. അതാണ്. ഓക്കെ. പിന്നെ ബാക്കിലേക്ക് വരുമ്പോഴത്തേനും അടിപൊളി വണ്ടിയുടെ പെയിന്റിങ്. പിന്നെ ബ്രോ, ഈ പുറകെ വെക്കുന്ന സൈക്കിൾക്കാരി ഒരു പുതിയ ട്രെൻഡ് ആണല്ലോ കട്ടപ്പന വണ്ടിക്ക്. ഇത് നമുക്ക് ഇത് എവിടുന്നാ മേടിക്കാൻ കിട്ടുന്നത്? ഇത് ജസ്റ്റ് ഞാൻ പുതിയ മേടിച്ചാണ്. സെക്കൻഡ് നമ്മുടെ കൂട്ടുകാരനെ മേടിച്ചാണ്. നമുക്ക് ഇത് മേടിച്ചപ്പോ എത്ര രൂപ എമൗണ്ട് ആയി കാണും? ഞാനിത് 2500 രൂപ മേടിച്ചാണ്. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് സൂട്ടായിട്ട് ഇരുന്നോളൂ. അപ്പൊ മണ്ട സ്ക്രൂ ചെയ്താ വെച്ചേക്കുന്നത്. അങ്ങനെ സ്ക്രൂ ചെയ്തിട്ട് വെള്ളം ഇറങ്ങുമോ? അത്തരം പ്രശ്നങ്ങളില്ല. അടിപൊളിയായിട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ. പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ അതുപോലെ തന്നെ ഒരു കട്ടപ്പന വണ്ടിക്ക് ഓവർ ഡെക്കറേഷൻ ഇല്ല. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുള്ള എന്നാൽ ഹെവി ലുക്കായിട്ട് ചെയ്യുകയോ ചെയ്യും.
എന്നിട്ട് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്രിങ് ഇട്ടേക്കണുണ്ടോ. എൻ്റെ മോനെ വിഷയം ഒന്നും പറയാനില്ല, ഇടുക്കാച്ചി സാധനം. ഇനി നമുക്ക് നേരെ വണ്ടിയുടെ അകത്തേക്ക് പോയേക്കാം, അപ്പുറത്തെ സൈഡിൽ നിന്ന്. അപ്പോൾ കറക്റ്റായിട്ട് അപ്പോൾ പിന്നെ വണ്ടിയുടെ അകത്ത് അടിപൊളിയായിട്ട് പെയിന്റിങ് നല്ല ഡെയിലി കഴിയുമോ വണ്ടി എപ്പോഴും ഞാൻ നീറ്റായിട്ട് കൊണ്ടുനടക്കാം. കാരണം അത് കാണാനുണ്ട്, കാരണം അടിപൊളി പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ വണ്ടിയിൽ എന്തൊക്കെ കാര്യങ്ങൾ അകത്ത് ഒരു തട്ട് ചെയ്തിട്ടുണ്ട്. അപ്പഴാണോ ഇത് വരുന്നത്? ഇതെന്നെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മുത്തപ്പന്റെ ഒരു പിക്ചറാ. ഇത് ഇവിടുന്ന് നോക്കണം അല്ലേ? അതെ. ഓക്കെ, കൊള്ളാം. ഇപ്പൊ കാണാം. നമ്മുടെ നെയിമും കൂടെ കൂടെ കൊടുത്തിട്ടുണ്ട് വണ്ടിയുടെ അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് തട്ട് കൊടുക്കാതിരുന്ന എന്നാ പറ്റി? എങ്ങോട്ട് തട്ട് കൊടുക്കാതെന്ന് പറഞ്ഞാല് നമുക്ക് അത്രയും ആവശ്യമില്ല. ഇല്ല, കാരണം യാത്രക്കാരെ കൊണ്ടുപോകുന്നില്ല, പേഴ്സണൽ ആയിട്ട് ആവശ്യങ്ങൾക്കാണ്. അപ്പൊ അതുകൊണ്ട് തൽക്കാലം പിന്നെ ബക്കറ്റ് സീറ്റ് ഒന്നും അടിച്ചിട്ടില്ല, നോർമൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. ഓക്കെ. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൊടുത്തത്. സൗണ്ട് സിസ്റ്റം കൊടുത്തിട്ടുണ്ടോ? സൗണ്ട് സിസ്റ്റം ഇല്ല, കൊടുത്തിട്ടില്ല. ടാക്സി ആണെങ്കിൽ കൊടുക്കും, പ്രൈവറ്റ് ആയിട്ട് ഓടുന്നതുകൊണ്ട് ആവശ്യം വരുന്നില്ല. അപ്പം അടിപൊളിയായിട്ട് വീടിന്റെ മുറ്റത്ത് ഒരു പണത ഒരു കിടുക്കാച്ചി സാധനം നോക്കി, എന്നാ ലുക്കാന്ന് നോക്കി, ഒന്നും പറയാനല്ല. ഇത് നമുക്ക് ഇനി കുറച്ച് ഇതിന് ഓടുന്ന വിഷ്വലും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു ലുക്കും കാര്യങ്ങളും മനസ്സിലാവും. കാരണം കട്ടപ്പന വണ്ടിയുടെ ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ ഓട്ടത്തിലാണ് വണ്ടിയുടെ ലുക്ക്. കാരണം ബേസിക് ആയിട്ടുള്ള വർക്കാണ് വണ്ടിയെ ചെയ്തിട്ടുള്ളൂ. അത് കട്ടപ്പന വണ്ടിക്ക് എല്ലാം അങ്ങനെ തന്നെയാണ്, വളരെ ബേസിക് ആയിട്ടുള്ള വർക്കായിരിക്കും. പക്ഷേ വണ്ടിയുടെ ലുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യായ ലുക്കാണ്. അപ്പോൾ ഓൾറെഡി വണ്ടിയിൽ പാച്ച് വർക്ക് ചെയ്ത് ജിജിൻ ചേട്ടയുടെ വർക്ക്ഷോപ്പിലാന്ന് ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഇതിന്റെ പടുതയും കാര്യങ്ങളും നമ്മൾ എവിടെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്? പടുതയൊക്കെ ചെയ്തേക്കുന്നത് നമ്മുടെ വണ്ടമുതാല് അമീർ സഹാബി. ഓക്കെ, അവിടെയാണ് ചെയ്തേക്കുന്നത്. ഓക്കെ, പിന്നെ ലൈറ്റ് വർക്കും കാര്യങ്ങളെല്ലാം അവിടെയാണോ? അല്ലല്ല, ലൈറ്റ് വർക്ക് ചെയ്തേക്കുന്നത് നമ്മളെ നന്ദനം എന്ന് പറഞ്ഞ ഫോട്ടോ ഉള്ള അഭിലാഷ് ഉണ്ട്, അവൻ അതിന്റെ വയറിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തേക്കുന്നത്. സൗണ്ട് സിസ്റ്റം, അതായത് വയറിംഗ് ഫുള്ള് സൗണ്ട് സിസ്റ്റം ഒക്കെ കയറണമെങ്കിൽ പുള്ളി എടുത്ത് തന്നാൽ മതി. എല്ലാ പരിപാടിയും. ഓക്കെ. അപ്പൊ അടിപൊളിയായിട്ട് അതും നല്ല നൈറ്റ് കാണാൻ നല്ല രസമായിരിക്കും. കാരണം ഓട്ടത്തിൽ വരുമ്പോഴേ വണ്ടി ഒരു വേറെ ലെവലായിരിക്കും കാണാൻ. ഓക്കെ. പിന്നെ പെയിന്റിങ് എവിടെ ചെയ്തത്? പിന്നെ പെയിന്റിങ് ചെയ്തേക്കുന്നത് നമ്മുടെ ചോറ്റിയില് ബിജിത്ത് എന്ന് പറഞ്ഞൊരു പയ്യനാ ചെയ്തേക്കുന്നത്. അതെ, പെയിന്റിങ് എങ്ങനെയുണ്ട് അവിടുത്തെ? പെയിന്റിങ് നല്ല അടിപൊളി പെയിന്റിങ് ആണല്ലേ. നമുക്ക് എത്ര രൂപ ഇതുപോലൊരു വണ്ടി ഓട്ടോ ഫുള്ള് പെയിന്റ് അടിക്കണമെങ്കിൽ? നമ്മുടെ സുഹൃത്താണ് അവൻ, അതുകൊണ്ട് അന്ന് എന്നോട് 12,000 രൂപ പുത്തമ്പോളി ആയതുകൊണ്ട് 12 രൂപയ്ക്കാണ് ചെയ്തത്. ഫുള്ള് അടിപൊളി പെയിന്റിംഗ് ആണ്. പെയിന്റിംഗ് അടിച്ചു തരും. അല്ല ചെയ്തേക്കുന്നത്, അത് ക്യാപ്സിയുടെ പെയിന്റ് അടിച്ചേക്കുന്നത്. ഇപ്പൊ നമ്മൾ അടിച്ചേക്കുന്നത് പെയിന്റ് അവിടെ അടിച്ചു തരുമല്ലോ. എല്ലാ പെയിന്റിംഗ് അവിടെ ഉണ്ട്. ഓക്കെ. അപ്പൊ അടിപൊളിയായിട്ട് പെയിന്റിംഗ് കാര്യങ്ങളൊക്കെ അടിച്ച് നല്ല സെറ്റ് ആയിട്ടുണ്ട് വണ്ടി. നോക്കി. അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മുടെ കുഞ്ഞു കിടക്കാച്ച വീഡിയോയും കാര്യങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഇതുപോലെ വണ്ടി പണിയണമെങ്കിൽ നമ്മൾ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയല്ലേ? ഇതുപോലെ വണ്ടി നല്ല പെയിന്റ് ഒക്കെ അടിച്ച് നല്ല കിടക്കാച്ചയായിട്ട് ചെയ്ത് അടിപൊളിയായിട്ട് കൊടുക്കും. അപ്പോൾ ബ്രോയുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും ഞാൻ കൊടുത്തേക്കാം. എന്തെങ്കിലും ആവശ്യം കാര്യങ്ങളുണ്ടെങ്കിൽ ബ്രോനെ കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പം നിങ്ങൾക്ക് പാച്ച് വർക്ക് ചെയ്യാനാണെങ്കിലും പടുത ചെയ്യാനാണെങ്കിലും ലൈറ്റ് വർക്ക് ചെയ്യാനാണെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബ്രോനെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് ബ്രോ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ നമ്മുടെ ഈ കുഞ്ഞു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കാര്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി കിടക്കാച്ചി വീഡിയോ കാണാം. ബൈ.